ഞാൻ CPM ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ഇന്നത്തെ ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ രാജ്യത്തെ നിലനിർത്താൻ കഴിയുള്ളൂ. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിലുൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വളരെ നിർണായകമായ പങ്കുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന് കൂട്ടിച്ചേർക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. മതേതരത്വത്തോട് ഏറ്റവും പ്രതിബദ്ധത പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിലനിർത്താൻ ശേഷിയുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇപ്പോൾ ബഹുമാന്യനായ DCC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ CPIMൻ്റെ മതേതരത്വ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട്. ഏറ്റവും അവസാനമായി MEX7 എന്ന് പറയുന്ന ഒരു യോഗ ക്ലാസ്, ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്കണ്ഠാകുലരായ ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ യോഗ പരിശീലനത്തെ പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകൾ അതിലുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ആ മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ സംഘടനകളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യൂനപക്ഷത്തെ സംശയ നിഴലിൽ നിർത്തുന്നതിന് വേണ്ടി CPIMൻ്റെ ജില്ലാ സെക്രട്ടറി യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ കാര്യത്തിലും അവർ സംശയ നിലയിലാണ്. അപ്പോൾ CPM വിഭാവനം ചെയ്യുന്ന മതേതരത്വ കാഴ്ചപ്പാടിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആവശ്യമായ ജാഗ്രത കാണിക്കുമായിരുന്നു. എന്നാൽ ഒരു ജാഗ്രതയും കാണിക്കാതെ പിന്നീട് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് വന്നിട്ടുള്ള വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് അത് വിഴുങ്ങിയിരിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉയർത്തി അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പാലക്കാട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സന്ദീപ് വാര്യർ രാഷ്ട്രീയമായ നിലപാടിൽ വ്യതിയാനം ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ CPIMൻ്റെ ഉന്നത നേതാക്കന്മാരൊക്കെ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി മാറുമെന്നുള്ള രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി. അദ്ദേഹം സ്വീകരിച്ചത് CPIM അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും സന്ദീപ് വീണ്ടും ശുദ്ധ വർഗീയവാദിയായി മാറി. മാത്രവുമല്ല, സന്ദീപിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങളും നോട്ടീസുകളുമൊക്കെ പ്രത്യേക മതവിഭാഗങ്ങളിൽ കൂടുതൽ പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു രീതി നാം കണ്ടു. നിങ്ങൾ ഓരോരുത്തരും അറിയില്ല. അത് സിറാജ്, സുപ്രഭാതം എന്നീ പത്രങ്ങൾ അത് പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകളാണ് കൂടുതൽ വാങ്ങുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ മതവിഭാഗത്തിലുള്ള ആളുകളെ പീഡിപ്പിക്കുന്നതിനല്ല, അവരെ മറ്റ് മതവിദ്വേഷം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നിലയിൽ CPIMുമായി സഹകരിച്ച് പോകുന്നത് കൂടുതൽ അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ CPIM ഉപേക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അടിയന്തര കാര്യം അതാണ്. അടിയന്തരമായി ഉണ്ടായിട്ടുള്ള വിഷയം അതാണ്. ഏറ്റവും അവസാനം എനിക്ക് ബോധ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങളെ സംശയത്തിൽ നിർത്തുന്ന പ്രസ്താവനകളാണ് CPIMൻ്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് വരുന്നതെന്നാണ്. CPIMൽ SFIയുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ SFIയുടെ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് ചുമതലകളും ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും DYFIയുടെ മേഖലാ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ മറ്റ് നേരത്തെ എന്ത് വഹിച്ചു എന്നുള്ളതിലല്ല ഇപ്പോൾ പ്രസക്തി, ഞാനിപ്പോൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് CPIMുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല വാസ്തവത്തിൽ. എങ്ങനെ നിലവിലത്തെ സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടാണ്? ബ്രാഞ്ചിൽ ഏകദേശം ഒരു സമ്മേളന കാലയളവ് കഴിഞ്ഞ് പുതിയൊരു സമ്മേളനം തുടങ്ങിയിരിക്കുകയാണല്ലോ. ഏകദേശം 3-4 വർഷത്തോളമായി ഈ ബ്രാഞ്ച്. CPIMന് 4 വർഷമല്ല. CPIMന് ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് KSUവിൻ്റെ വിദ്യാർത്ഥിയായി രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. KSUവിൻ്റെ CPI അംഗമായിട്ടുള്ളത് ഞാൻ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഏകദേശം 2003 കാലയളവിൽ ഞാൻ CPM അംഗമാണ്. പിന്നെ വിദേശത്ത് പോയതിൻ്റെ ഭാഗമായി CPM അംഗത്വം സ്വാഭാവികമായും ഉപേക്ഷിക്കപ്പെട്ടതാണ്. തിരിച്ചു വന്നിട്ട് ഏകദേശം 2019 വന്നത്, കോവിഡിൻ്റെ കാലം. ഏകദേശം 5 വർഷത്തോളമായി.